ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടാത്ത വിഭാഗങ്ങൾ ആരൊക്കെയാണ്? ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാത്തതാകുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണ്? 4 പേരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒന്നാമത്തെ വിഭാഗം മുദ്മിനുൽ ഖംറാണ്. എപ്പോഴും കള്ളു കുടിച്ചുകൊണ്ട് 24 മണിക്കൂറും കള്ളിൽ നടക്കുന്നതാകുന്ന വ്യക്തി, കള്ളുകുടിച്ച് മതോന്മത്തനാകുന്ന വ്യക്തി തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ച കൂട്ടത്തിൽ അവനെ ഉൾപ്പെടുത്തുന്നതല്ല. എത്രയോ ആളുകൾ ഈ പരിശുദ്ധമായ റമദാൻ വന്നിട്ട് പോലും തന്റെ ജീവിതത്തിൽ നിന്ന് കള്ള് മാറ്റിവെക്കാത്ത സഹോദരങ്ങളുണ്ട്. കഞ്ചാവിനടിമപ്പെട്ടതാകുന്ന സഹോദരങ്ങളുണ്ട്. വളരെയേറെ ശ്രദ്ധിക്കുന്നു. മുസ്ലിം സഹോദര സഹോദരിമാർ പരിപൂർണമായി റമദാനിൽ എന്നല്ല, റമദാൻ അല്ലാത്തപ്പോഴും ജീവിതത്തിൽ മാറ്റിവെക്കുണ്ടെന്ന ഒഴിവാക്കുണ്ടെന്ന ഒന്നാണ് കള്ളുകുടിയും കഞ്ചാവും. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലഹരിയും വസ്തുക്കളുടെ ഉപയോഗങ്ങൾ പരിപൂർണമായി ഒഴിവാക്കേണ്ടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്നത് ആഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനാണ്. പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ട് സ്വന്തം മാതാവിന്റെ ചാരത്ത് ഒരു വേള പോകാത്ത എത്രയോ സഹോദരങ്ങളുണ്ട്. സ്വന്തം പിതാവിന്റെ ചാരത്ത് പോകാത്ത എത്രയോ സഹോദരങ്ങളുണ്ട്. പിണങ്ങി നിൽക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അവരെ ചീത്ത വിളിക്കുന്നവരും, മാതാപിതാക്കൾ ചെറിയ വിഷയങ്ങളിൽ തന്നോട് പിണങ്ങി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും അവരോട് അത്തരത്തിൽ പിണങ്ങുകയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന സഹോദരങ്ങൾ. ഒരിക്കലും പാടില്ല. നമ്മുടെ മാതാവിന് തുല്യം മാതാവ് മാത്രമാണ്, പിതാവിന് തുല്യം പിതാവ് മാത്രമാണ്. അവരെത്രത്തോളം നമുക്ക് സ്നേഹം നൽകിയാലും ഇല്ലെങ്കിലും പരിപൂർണമായി അവരോട് നമ്മൾ സ്നേഹബന്ധം വെച്ച് പുലർത്തുകയും അവർക്ക് ശുശ്രൂഷകൾ നൽകുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ പ്രവാചക അധ്യാപനം. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടുകയില്ല, ലൈലത്തുൽ ഖദർ അവന് ഗുണകാംക്ഷയാവുകയില്ല. മൂന്നാമത്തെ വ്യക്തി ഖാതിഉർ റഹ്മാണ്, കുടുംബബന്ധം വിച്ഛേദിച്ചവനാണ്. നമുക്കറിയാം എത്രയോ സഹോദരങ്ങളുണ്ട് സ്വന്തം സഹോദര സഹോദരിമാരുമായി പിണങ്ങി നിൽക്കുന്നവർ. ചെറിയ വിഷയത്തിലാണ് പിണക്കമുണ്ടായിട്ടുള്ളത്, ആ വിഷയം പർവ്വതീകരിക്കപ്പെട്ടു മാസങ്ങളായി പിണങ്ങി നിൽക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. തീർച്ചയായും ശ്രദ്ധിക്കണം. ലൈലത്തുൽ ഖദർ ഇതാ പടിവാതിക്കലെത്തിയിരിക്കുന്നു. റമദാനിൽ അവസാനത്തെ ഒറ്റ രാവുകളിൽ പ്രവാചകന് പ്രതീക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ലൈലത്തുൽ ഖദറിനെ. ഇനി നമ്മുടെ മുന്നിലുള്ള 27-ാം രാവും 29-ാം രാവും ഒക്കെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, റമദാൻ ഒന്നായി, തിങ്കളാഴ്ച ദിവസം ഒന്നായി കഴിഞ്ഞാൽ തീർച്ചയായും റമദാൻ ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടുന്നത് ആ വർഷത്തിൽ 29 ആയിരിക്കും എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ലൈലത്തുൽ ഖദർ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. എന്നല്ല, ഉമർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ധാരാളം പ്രമുഖരാകുന്ന സഹാബത്തെല്ലാം ലൈലത്തുൽ ഖദർ 27-ാം രാവാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ നാടുകളിലുള്ള അമലുകളും പ്രവർത്തനങ്ങളും. അതുകൊണ്ട് ഈ 2 മഹത്തായ രാവുകൾ നമുക്ക് മുന്നിലുണ്ട്. ആരും പ്രതീക്ഷ കൈവിടാതെ തന്നെ അമൽ ചെയ്യുക. കുടുംബബന്ധം വിച്ഛേദിച്ചിട്ടുള്ളവർ ഈ പ്രഭാഷണം കേട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ ജീവിതത്തിൽ ഒരു മാറ്റൊലി സൃഷ്ടിക്കുന്നതാക്കുവാൻ നിങ്ങളുടെ കുടുംബബന്ധം പരിപൂർണമായി ശ്രദ്ധിക്കുക, കുടുംബബന്ധം ചേർക്കുക. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് 2 സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം 3 ദിവസമായി പിണങ്ങി നിന്നാൽ തീർച്ചയായും ലൈലത്തുൽ ഖദർ അവർ കണ്ടുമുട്ടുകയില്ല. നിസാര വിഷയത്തിന്റെ മേൽ പിണങ്ങി നിൽക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ദീനിയായ വിഷയങ്ങളിലല്ലാത്ത എത്രയോ പിണക്കങ്ങൾ ഇന്ന് സമൂഹത്തിൽ ധാരാളം നടമാടിക്കൊണ്ടിരിക്കുന്നു. ആ പിണക്കങ്ങളൊന്നും തന്നെ ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടാൻ ഉപകരിക്കുന്നതല്ല. ചെറിയ ഒരു വഴിയുടെ വിഷയത്തിൽ പിണക്കം വെച്ച് അതവസാനം കേസായി പ്രശ്നമായി പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പുലർത്തിയിരുന്ന സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ കൂടി അവരുടെ മക്കളിൽ പോലും അതിൻ്റെതാകുന്ന ഛിദ്രത ഉണ്ടാക്കുന്ന തരത്തിൽ പ്രശ്നങ്ങളുണ്ടായ സംഭവ വികാസങ്ങൾ എത്രയോ ഇന്ന് സമൂഹത്തിൽ ധാരാളമാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക. സ്നേഹിക്കാൻ വേണ്ടി ആദ്യം ആരൊരുത്തൻ പിണങ്ങി നിൽക്കുന്നവനോട് സലാം പറയുന്നു, അവൻ സ്വർഗം നേടിപ്പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന തരത്തിൽ നിൽക്കാതെ നമ്മൾ അങ്ങോട്ട് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് അവനെ നെഞ്ചോട് ചേർക്കുക. കാരണം നമുക്ക് സ്വർഗമാണ് വലുത്, പാരത്രിക വിജയമാണ് വലുത്. 83 വർഷവും 4 മാസവും അഥവാ 1000 മാസം ഇബാദത്തെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാകുന്ന ഒരു രാവ് നിന്റെ മുന്നിലേക്ക് സമാഗതമായിട്ട് ആ രാവിനെ നീ ചെറിയ വിഷയങ്ങളുടെ പേരിൽ നീ അത് ഇല്ലാതാക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടുന്ന സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
ഈ 4 വിഭാഗങ്ങളിലും ഉൾപ്പെടാതെ സംശുദ്ധമാകുന്ന ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശ്വാസി സമൂഹം ഇന്നെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാവാണ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി കടന്നു വരുന്നത്. എല്ലാവരും പ്രതീക്ഷ വെക്കുന്നത് ലൈലത്തുൽ ഖദറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, തഹറു ലൈലത്തുൽ ഖദരി മിൻ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ എന്ന് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 27-ാം രാവ് വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. ആ രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രാവ് ഒരാൾ പോലും ഒഴിവാക്കാതെ ഇബാദത്തിൽ പരിപൂർണമായി കഴിഞ്ഞുകൂടുക. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹ്ർ. തനസ്സലുൽ الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. തീർച്ചയായും ഈ പരിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയിരിക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ എന്താണെന്ന് തങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ. അഥവാ 1000 മാസം ഒരു വ്യക്തി 83 വർഷവും 4 മാസവും പരിപൂർണമായി രാപകലില്ലാതെ ഇബാദത്തെടുക്കുന്നതിന്റെ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രിയിൽ മുഅ്മിനായ മനുഷ്യൻ ഇബാദത്തെടുക്കുന്നതിലൂടെ അവന് ലഭിക്കുമെന്നാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ആ രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മലായിക്കത്തുകളുടെ നേതൃത്വമാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം മലക്കുകളും ഭൂമി ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് മാനവരാശിക്ക് മുഴുവനും ഇബാദത്തിൽ കഴിയുന്നവർക്ക് മുഴുവനും ശാന്തിയും സമാധാനവും നേരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. ആകയാൽ ഈ രാവിനെ ഇബാദത്ത് കൊണ്ട് നാം ധന്യമാക്കുക. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ ഇന്നി ഉരീദു ഖുർബക. അള്ളാഹുവേ നിന്നോടുള്ളതാകുന്ന അടുപ്പത്തെ ഞാൻ ലക്ഷ്യം വെക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രഹസ്യ ഭാഷണത്തിലൂടെ ബഹുമാനപ്പെട്ട മൂസാ നബിയോട് പറഞ്ഞത്, എന്റെ ഖുർബ് കിട്ടുന്നത് ഖുർബി ലിമൻ ഇസ്തൈഖല ലൈലത്തുൽ ഖദർ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ ആര് ഉറക്കമൊളിച്ചവോ ഇബാദത്തെടുത്തോ അവന് തീർച്ചയായും എന്റെ അടുപ്പം കിട്ടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ഓർമ്മപ്പെടുത്തുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ ഇന്നി ഉരീദു റഹ്മതക. അള്ളാഹുവെ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോഴും അള്ളാഹു മറുപടി നൽകിയത്, റഹ്മതി ലിമൻ യർഹമുൽ മിസ്കീന ലൈലത്തുൽ ഖദർ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ മിസ്കീനുകൾക്ക്, പാവപ്പെട്ടവർക്ക് ആരൊരുവൻ കാരുണ്യം ചൊരിയുന്നോ അവർക്ക് തീർച്ചയായും എൻ്റെ കാരുണ്യം ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുത്തരമായി നൽകി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വീണ്ടും ചോദിച്ചു, അള്ളാഹുവേ ഇന്നി ഉരീദുൽ ജവാസ അല സിറാത്തി. പരിശുദ്ധമായ സിറാത്ത് പാലം കടക്കുവാൻ എന്താണ് മാർഗം? ഞാൻ അതിന് ലക്ഷ്യം വെക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി നൽകിയത്, സിറാത്ത് പാലം വിട്ടുകിടക്കണമെങ്കിൽ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ സദഖ നൽകിയവനെ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ സ്വർഗത്തിലെ തണൽമരങ്ങളുടെ താഴ്ഭാഗത്തിരിക്കുകയും ആ സ്വർഗീയമാകുന്ന ആസ്വാദനങ്ങൾ ആസ്വദിക്കുവാൻ ചെയ്യുകയും എങ്ങനെയാണ് സാധിക്കുക? എനിക്കത് ലക്ഷ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ ഒരു തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന ഒരു തസ്ബീഹെങ്കിലും ചൊല്ലുന്നതാകുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവന് തീർച്ചയായും സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. സ്വർഗത്തിലെ തണൽമരങ്ങൾക്കിടയിൽ അവനിരിക്കുവാനും അതിലെ ഫലങ്ങൾ കഴിക്കുവാനും സാധിക്കുമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ
എനിക്ക് നരകീയ മോചനം ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് വീണ്ടും പറഞ്ഞു, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൽ സുബഹി വരെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവൻ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന അർത്ഥം വരുന്ന ദിക്ർ പ്രഭാതം വരെ ആരൊരുവൻ ഉരുവിടുന്നുണ്ടോ അവന് തീർച്ചയായും നരകീയ മോചനം ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുക. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും അള്ളാഹുവിനോട് അവസാനമായി ചോദിച്ചു, അള്ളാഹുവേ, പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എനിക്ക് എത്താനും അള്ളാഹുവെ നിന്റെ സംതൃപ്തി കരഗതമാക്കുവാനും ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോഴും മറുപടി നൽകിയത്, ലൈലത്തുൽ ഖദ്റിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിച്ചുവെങ്കിൽ അവർക്ക് തീർച്ചയായും എൻ്റെ സംതൃപ്തിയും സ്വർഗവും അവന് ഞാൻ നൽകുന്നതാണ്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൽ 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയാണ്. ആ രാവിലെ ഒരാൾ പോലും തറാവീഹ് നമസ്കാരം ഒഴിവാക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരൊരുവൻ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൽ നമസ്കാരം നിലനിർത്തിയോ, തറാവീഹ് നമസ്കരിച്ചോ, ഖിയാമുൽ ലൈലിൽ അവൻ നേതൃത്വം കൊടുത്തോ, ഇബാദത്ത് എടുത്തിട്ടുണ്ടോ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൻ പാപങ്ങൾ മുഴുവനും വിട്ടുപുറത്ത് മാപ്പാക്കുന്നതാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന ഈ മഹത്തായ രാവ് ജനങ്ങൾ മുഴുവനും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതാകുന്ന 27-ാം രാവ്, ആ ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, ലൈലത്തുൽ ഖദ്ർ ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തീർച്ചയായും ആയിഷ നീ ചൊല്ലേണ്ടുന്ന ദിക്ർ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം. ഔദാര്യവാനായ അല്ലാഹുവേ, എനിക്ക് നീ എൻ്റെ പാപങ്ങൾ അഖിലവും നീ പുറത്തു തരണേ അല്ലാ. നീ മാപ്പ് ചെയ്യുന്നവനാണ്, എൻ്റെ പാപങ്ങൾ മുഴുവനും നീ പൊറുക്കണേ നാഥ എന്നർത്ഥം വരുന്ന ഈ ദിക്ർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കണം ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹയോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ രാവിലെ നമ്മൾ ആരും മറക്കരുത്, ഈ ദിക്ർ പരിപൂർണമായി മുറുകെ പിടിക്കുക. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കുന്ന നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ആയുസ്സുള്ളത്. മുത്തുനബിയുടെ സമുദായമാണ് നമ്മൾ. ആ സമുദായത്തിന് നൽകിയിരിക്കുന്ന ആയുസ്സിനേക്കാൾ കൂടുതൽ ആയുസ് ഇബാദത്തെടുത്തതിന്റെ പ്രതിഫലം 1000 മാസം അഥവാ 83 വർഷവും 4 മാസവും ഇബാദത്തെടുത്ത പ്രതിഫലം എന്നല്ല, അതിനേക്കാൾ പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം എന്നല്ല പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, 1000 മാസത്തേക്കാൾ പവിത്രതയുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തെടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയ സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ ആരാധനകളും അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.